എടാ ഓണപ്പരിപാടിക്ക് തീറ്റ മത്സരത്തിന് എൻ്റെ വക സമ്മാനം. റൊണാൾഡോ 2 വീലർ വർക്ക്ഷോപ്പ് ആൻഡ് മെയിൻ്റനൻസ്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഉണക്കച്ചപ്പാത്തി കൊടുക്കാൻ പറ്റത്തില്ല. പൊറോട്ട, ചൂട് പൊറോട്ടയും ചിക്കൻ കറി കൊടുക്കും. എടാ തീറ്റ മത്സരത്തിന് ആള് കൂടും. വരുന്ന ആടാടെ 50 രൂപ മേടിച്ചാൽ തന്നെ നമ്മൾ ഫുഡിനുള്ള പൈസ കിട്ടത്തില്ലേ? ഞാൻ മത്സരിക്കാതോ? അത് കൊള്ളാം. ഞാൻ മത്സരിക്കാതെ അവിടെ തീറ്റ മത്സരം കുടങ്ങളെ ക്ലബ്ബിൽ കിടക്കാനോ? ഞാനും മത്സരിക്കും. എന്നെ വല്ല ആള് വരുവാണെങ്കിൽ നമ്മൾ പ്രൈസ് കൊടുക്കും. എടാ ഇപ്പൊ പുതിയൊരു സംഭവമുണ്ട്, ഗീവ് അവേ. അത് പറഞ്ഞാൽ നമ്മുടെ ഗീവ് അവേ എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മാനം കൊടുക്കും. അവരെ കൊണ്ട് നമ്മുടെ കൊടങ്ങാള ക്ലബിൻ്റെ ഇൻസ്റ്റാ പേജ് എല്ലാം അങ്ങ് ലൈക്ക് ചെയ്താൽ മതി. മില്യൺ കിട്ടുകയും ചെയ്യും, അവന്മാരെന്തെങ്കിലും മേടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. ഞാൻ വിളിക്കാം വേണ്ട, ഞാൻ വിളിച്ചോളാം. അമ്മേ റൊണാൾഡേ, നീ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കലകനോട് പറഞ്ഞു കൊടുത്തത്? ഞാൻ എന്താ പറയുന്നത്? നീ ഒന്നും പറഞ്ഞല്ലേ? ഞാൻ ഡയറി ഇടുന്നത് നീ എന്തിനാ പറഞ്ഞു കൊടുത്തത്? അത് ഞാൻ വന്നപ്പോ അമ്മ അവിടെ ഡയറി ഇങ്ങനെ നോക്കി എഴുതിക്കൊണ്ടിരുന്നില്ല. എടാ, അങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന എഴുതുന്നതാവുന്നത് എങ്ങനെയാടാ? അല്ല, ഞാൻ അത് ഇട്ടിച്ചിരി ആലങ്കാരികമായിട്ട് പറഞ്ഞ, അല്ലെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചതാണോ എന്ന് മറ്റമ്പെടുത്തൊന്ന് പറഞ്ഞു പോയി. അതെ, എൻ്റെ കുടങ്ങാവളിയിലെ നുണയും കൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. അല്ലെങ്കിൽ നിനക്ക് കുറച്ച് തുണ കൂടുന്നുണ്ട്. ലേറ്റസിങ് വരട്ടെ. നിന്റെ ഈ നുണയ്ക്ക് ഒരു അവസാനം ഉണ്ടാകുമെന്ന് എനിക്കൊന്ന് ചോദിക്കണം. ഇതിന് ഇത്ര ആഭ്യന്തര പ്രശ്നമാക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അഥവാ അങ്ങനെ ഡയറി എഴുതിയെന്ന് പറഞ്ഞിട്ടുണ്ട്, തിരിച്ചെടുത്ത് തീർന്നേ. നീ അങ്ങനെ തിരിച്ചെടുക്കുകയും വേണ്ട, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുകയും വേണ്ട. അതെന്തിനും അമ്മ? ആണല്ലേ നീ തന്നെ അമ്മ. എന്താ ഇത്? ഞാൻ പറഞ്ഞല്ലോ അത് വിട്ടേക്കളെ. പിന്നെ ഞാൻ അതൊക്കെ വിടണം. അതിനു വേണ്ടി അവൻ തമാശ പറഞ്ഞല്ലേ. ഞാൻ ചോദിക്കാൻ വേണ്ടി ഇറങ്ങിയ കാര്യം എന്താണ്? അവളായിരിക്കും നിന്നെ പറഞ്ഞു വിട്ടത്. അവളെ അച്ചാച്ചനല്ലേ, അവനെ പറഞ്ഞ അവൾക്കൊന്നും നോവും. അവളൊന്നും പറഞ്ഞല്ലേ. എനിക്കറിയാലോ അമ്മയുടെ സ്വഭാവം. അമ്മ ഇപ്പോൾ ഉടനെ ഇങ്ങോട്ട് വരുമെന്ന് എനിക്കറിയാലോ. അവനാണ് പറഞ്ഞത്. അത് തന്നെ. ഞാനൊന്ന് കണ്ട കാര്യം എന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ മച്ചമ്മ. അത് ഇത്രയും വലിയ പ്രശ്നമാക്കണ്ട. അങ്ങനെ കുറെ കാര്യങ്ങൾ കാണാത്തതും കണ്ടതും ഒക്കെ പറയുന്നുണ്ട്. കാണാത്ത കൊണ്ട കാര്യമില്ലേ പറഞ്ഞു. ഡയറി എടുത്ത് ഇങ്ങനെ വെക്കുന്നുണ്ട്, ഞാൻ എഴുതുന്നു ചോദിച്ചു. അല്ല, ഡയറി എടുക്കാതിരിക്കുക എന്തെങ്കിലും ചെയ്ത് നിനക്കിപ്പോ എന്താണ് പ്രശ്നം? എല്ലാ കാര്യം ഇവിടെ കണ്ട അവിടെ പറയുക, അവിടെ കണ്ട് ദൈവം. ഇത് ഒരു മനുഷ്യന് വേണ്ട കാര്യം എന്താണ്? ഈ നുണ കൂട്ടി അടുപ്പിക്കാതിരിക്കുന്നത്. അത് നല്ലതാണെങ്കിൽ ചീത്തനെ എന്തിനാണ് പറയാൻ പോണത്? ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുക. ഇല്ലാത്ത കാര്യമോ? ഇല്ലാത്ത ആയിക്കോട്ടെ, ഉള്ള ആയിക്കോട്ടെ. അവനുണ്ട് ആയിരുന്നു വേണ്ടായിരുന്ന പോലെ എനിക്ക്. ഇവിടുത്തെ ഈ വീട്ടിൽ അപ്പുറം നടക്കുന്ന എല്ലാ പ്രശ്നത്തിനെ പറ്റി പറയരുത്. ഞാൻ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ഇടപെടുക. നുണ കൊണ്ടടി ഒരാൾ പെണ്ണുങ്ങളെ പോരാ. നാളെ ഇനി അമ്മ വയ്യാതെ അങ്ങനെ ഇരുന്നാൽ പോലും ഞാൻ കണ്ടാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എടാ അതും ഇതുപോലെ വരുവാണടാ. എന്റെ ദൈവം, എത്ര ലാഘവത്തോടെ അവൻ സംസാരിക്കുന്നു നോക്കിയേ. എടാ എന്ത് വേണം തിരിച്ചുള്ള ബോധം എനിക്കില്ലേ? പ്രായം എത്രയൊക്കെ ആയില്ലേ? അല്ല ആയി. അമ്മ അങ്ങനെ അമ്മ പോയെ വയസ്സായ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ കണ്ടും കേട്ടൊക്കെ ഇരിക്കുന്നു. മച്ചമ്പി എന്തൊരു ആക്ടിങ് ആയിരുന്നു. അമ്മയുടെ മുമ്പ് വെച്ച് എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടത് കലക്കി. അമ്മയുടെ മുമ്പ് ദേഷ്യപ്പെട്ടല്ല, മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞാണ്. തിരിച്ചറിവാണ് ആദ്യം വേണ്ടത്. പ്രായ ഒരമ്മ എന്തെങ്കിലും കണ്ട് അതൊക്കെ കളഞ്ഞേക്കണം. ഉടനെ അവളുടെ അടുത്ത് പറയുന്നത്. പിന്നെ എൻ്റെ അടുത്ത് എന്തിനാണ് എൻ്റെ കാര്യം? അവള് ഫോൺ ചെയ്ത് അവളെ പറഞ്ഞാൽ സംഘത്തെ പറഞ്ഞാ അവളോട് വിളിച്ച് പറയാം. സീരിയസ് ആയിട്ടാ? ഞാൻ സീരിയസാ.